vitamin D3 സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഡോസേജിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒന്ന് മാറ്റാം നമുക്ക്. ഡെയിലി റിക്വയർമെൻറ്റ് vitamin D3 എന്ന് പറയുമ്പോൾ 400 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൽ കൂടുതൽ ഡെയിലി എടുക്കാൻ പാടില്ല ഓൺ എ റെഗുലർ ബേസിസ്. സോ അങ്ങനെ വരുമ്പോൾ ഒരു അഡൾട്ടിനും ഒരു ന്യൂ ബോണിനും ഇതിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഡോസേജ് യൂഷ്വലി പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കുന്ന ഡോസേജ് ചിലപ്പോൾ 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് 3000 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഡെയിലി എടുക്കുന്ന ഗുളികകൾ. പിന്നെ അല്ല, ഇനിയിപ്പോൾ വീക്ക്ലി എടുക്കാൻ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ 50,000 അല്ലെങ്കിൽ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വൺസ് വീക്ക്ലി. ഇതുമല്ല, ഭയങ്കര സിവിയർ ഡെഫിഷ്യൻസീസോ ഭയങ്കര ഇതായിട്ടോ വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ലൈക്ക് ഹൈ ഡോസിൻ്റെ 6 lakhs ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഇൻട്രാമസ്കുലറായിട്ട് ഒരു ഹൈ ഡോസ് ആയിട്ടുള്ളൊരു ഡോസ് എടുത്തിട്ട് പിന്നെ മെയിൻ്റനൻസ് ആയിട്ട് നമ്മളൊരു വീക്ക്ലി 50,000 അല്ലെങ്കിൽ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഗുളികകൾ കഴിക്കും. മറ്റതെല്ലാം ഇപ്പം ഡെയിലി എടുക്കുന്നത് 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ 3000 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗുളികകളായിട്ട് വരാം. കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സിറപ്സോ അല്ലെങ്കിൽ ഡ്രോപ്സോ ആയിട്ടോ ആയിരിക്കും വരുന്നത്. പിന്നെ ഹെവി ഡെഫിഷ്യൻസീസ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കാൻ. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ പറയുന്ന ന്യൂട്രിയൻസ് എല്ലാം ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അതല്ല നിങ്ങളുടെ ഫൈനൽ ഗോൾ. ഈ vitamin D3 എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ നിന്ന് കൊളസ്ട്രോളിനെ കൺവേർട്ടഡായി കിഡ്നിയിലും ലിവറിലും ഒക്കെ പോയി കൺവേർട്ടഡ് ആയിട്ട് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ അത് സൂര്യപ്രകാശത്തിൽ പോയി എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ പുറത്തേക്കുള്ള എക്സ്പോഷർ കുറഞ്ഞു, സൂര്യപ്രകാശത്തേക്കുള്ള എക്സ്പോഷർ കുറഞ്ഞു, നമ്മുടെ ഡയറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരുന്നു, ആ ഡയറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഈ സപ്ലിമെൻറ്റ്സിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. സപ്ലിമെൻറ്റ്സ് എടുക്കൂ, ഡെഫിഷ്യൻ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സപ്ലിമെൻറ്റേഷൻ എടുക്കണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു ഹാബിറ്റും കൂടി ചേഞ്ച് ചെയ്യുക. ലൈക്ക് പുറത്തേക്ക് ഇറങ്ങുക, കുറച്ചൊന്ന് രാവിലെയുള്ള നല്ല ഡോൺ ആൻഡ് ഡസ്ക്, ഈവനിങ് ഡസ്ക്, ആ സമയത്തുള്ള നല്ല സൂര്യപ്രകാശങ്ങളുണ്ട്. നമ്മൾ കുട്ടികളെയൊക്കെ പണ്ടുകൊണ്ട് കാണിക്കുമായിരുന്നല്ലോ വെയിൽ കാണിക്കുന്നത്, അതേപോലെ തന്നെ പണ്ടും ഇപ്പോഴും കാണിക്കുമായിരിക്കും. നമ്മളും അതുപോലെ മിനിമൽ ക്ലോത്തിങ് ഇട്ടിട്ട് കൂടുതൽ സ്കിന്നിന് എക്സ്പോഷർ വരുന്ന രീതിയിലുള്ള ഇതിനകത്ത് അതൊരു പാറ്റേൺ ആക്കി മാറ്റിയ യെസ്, സപ്ലിമെൻറ്റ്സ് വിൽ ഹെൽപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന കോളികാൽസിഫെറോൾ അല്ലെങ്കിൽ vitamin D3 അതും ഉണ്ടാകും. നിങ്ങൾക്ക് ആ ഡെഫിഷ്യൻസീസ് കവർ ചെയ്യാൻ പറ്റും. ആ ഡെഫിഷ്യൻസി കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാം. ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ്, മുടി കൊഴിച്ചിൽ, ബോൺ ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, ഹാർട്ടിൻ്റെ ഫങ്ഷൻസ്, ഇതിനെല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഓഗ്മെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ vitamin D3. അത് എത്രത്തോളം നല്ലതായിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ഹെൽത്തി ബീയിങ്ങിനും സഹായിക്കും. സോ ടേക്ക് കെയർ ഓഫ് ദീസ് തിങ്സ്. ഇതൊരു ഡോസേജിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു അവയർനെസ് തന്നേ ഉള്ളൂ. താങ്ക് യു.